ഇന്നത്തെ യോഗത്തിന്, ഇന്നത്തെ നമ്മുടെ സംഘടനയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാം സഹകരിച്ച നമ്മളോട് നമ്മളെ വന്ന് സഹകരിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും എല്ലാ വ്യക്തികളോടുമുള്ള നന്ദി അറിയിക്കാനായിട്ട് നമ്മുടെ സംഘടനയുടെ ട്രഷററായിട്ടുള്ള ബ്രദർ റൂബൻ തോമസ് പള്ളിവടക്കേതിലിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളേവരും അറിയുന്ന പോലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും രൂപീകൃതമായ ഒരു ചെറിയ സംഘമാണ് ഇന്ന് 450ഓളം പേരടങ്ങുന്ന ഈ മഹാസമ്മേളനത്തിൽ വന്ന് സംഗമിച്ചിരിക്കുന്നത്. വലിയ ചരിത്രപരമായ നേട്ടമാണിത്. ഇതിന് ചുക്കാൻ പിടിച്ചവർ, സഹായിച്ചവർ, പിന്തുണച്ചവർ, പ്രാർത്ഥിച്ചവർ, അനുഗ്രഹിച്ചവർ, ഒപ്പം നിൽക്കുന്നവർ, ചേർത്ത് നിർത്തിയവരെ പറ്റി ഒരു വാക്ക് പറയാതെ പോകുന്നത് നന്ദികേടാന്നുള്ളത് കൊണ്ടാണ്. ഞാൻ സ്വല്പം സമയമെടുക്കും, ഒരു 5 മിനിറ്റ് ഞാൻ എടുക്കും. അതുകൊണ്ട് നമ്മളെ ആരൊക്കെയാണ്, എവിടെ നിന്നൊക്കെ സഹായിച്ചു, എത്രത്തോളം പേര് നമ്മളെ പിന്തുണയ്ക്കുന്നു എന്ന് അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. ആദ്യം തന്നെ ക്ഷമയോടെ ഇത്രയും ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഇത്രയും ജില്ലകളിൽ നിന്നും ഏകദേശം 450ഓളം പ്രതിനിധികളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർ, അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ പ്രതിനിധികളായി കടന്നു വന്ന DBF നേതൃയോഗത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രതിനിധികളായ നിങ്ങളെയാണ് ഞാൻ ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നത്. എത്ര കണ്ട് നന്ദി പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പറഞ്ഞാലും മതിയാവില്ല. അത്രത്തോളമായിരുന്നു നിങ്ങളുടെ സഹകരണവും സ്നേഹവും. ആദ്യം തന്നെ ഈ യോഗത്തിൻ്റെ വിശിഷ്ട അതിഥികളായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ശ്രീ VD സതീശൻ അവറുകൾ, കേരള പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബീഡൻ അവറുകൾ, തൃക്കാക്കരയുടെ MLA ആയിരുന്ന ശ്രീമതി ഉമാ തോമസ് അവറുകൾ, KSUവിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻറ്റും നിലവിലെ മലപ്പുറം DCC പ്രസിഡൻറ്റുമായിരിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് VS ജോയ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കോൺഗ്രസിൻ്റെ സന്തത സഹചാരി ശ്രീ ഷോബി ചാക്കോ, DBFൻ്റെ എക്കാലത്ത് സന്നദ്ധ സഹചാരിയും അതുപോലെ തന്നെ DBFൻ്റെ മെൻറ്ററുമായി പ്രവർത്തിക്കുന്ന KPCCയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ സാമുൽ അവറുകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണ നമുക്ക് തന്ന ഡോക്ടർ ശശി തരൂർ, അഡ്വക്കേറ്റ് മാത്യു കൊൾനാടൻ, അഡ്വക്കേറ്റ് ചാൻഡി ഉമ്മൻ MLA, കൊടിക്കുന്നിൽ സുരേഷ് MP, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി ശ്രീമതി സോയ ജോസഫ് എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ DBFൻ്റെ ഉപദേശക സമിതി അംഗങ്ങളായി പ്രവർത്തിക്കുന്ന നെതർലാൻഡ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട ജിജോയ് മാത്യു, അഡ്വക്കേറ്റ് ശ്യാം കുരുവള, ശ്രീ മോൻസി കിഴക്കേടത്ത്, ബെന്നി പുള്ളോളിക്കൽ എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. DBFൻ്റെ 14 ജില്ലാ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന 14 ജില്ലാ കമ്മിറ്റികളെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. DBFൻ്റെ ഈ യോഗത്തിൻ്റെ സംഘാടക സമിതി ആയി പ്രവർത്തിച്ചിട്ടുള്ള എറണാകുളം ജില്ലാ കമ്മിറ്റിയും തൃശ്ശൂർ കമ്മിറ്റിയോടുമുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതിൻ്റെ പ്രസിഡന്റുമാരായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട റോയ് P തോമസ് അവറുകൾ, എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ്, അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ പ്രസിഡന്റായിരിക്കുന്ന ബ്രദർ ബിജു ഐസക് എടപ്പറ എന്നിവരോടുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. എറണാകുളം ജില്ലയുടെ നിർവാഹക സമിതി അംഗം ആയിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ ലൈജു ചെറിയാൻ, അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ നിർവാഹക സമിതി അംഗമായി പ്രവർത്തിക്കുന്ന ബ്രദർ എബി ആൻ്റണി എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രതിനിധികൾക്കുമുള്ള സ്നേഹാദരം ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നു. നോർത്ത് കേരള കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എബി ആൻ്റണി അവറുകൾ, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ബ്രദർ ബിജു ഐസക്, സിസ്റ്റർ ബിന്ദു ബിജു, പാസ്റ്റർ പോൾ മാള എന്നിവരോടുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. നമ്മുടെ സ്പിരിച്വൽ സെഷന് നേതൃത്വം നൽകിയ പാസ്റ്റർ ജോബി വർഗീസ് പത്തനംതിട്ട, പാസ്റ്റർ ലൈജു ചെറിയാൻ, ആലപ്പുഴയിൽ നിന്നും കടന്നു വന്ന പാസ്റ്റർ CM മാത്യു, പാസ്റ്റർ ഫിലിപ്പ് ഏബ്രഹാം എന്നിവർക്കുള്ള നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും അതുപോലെ തന്നെ ആങ്കറിങ്ങിന് കാര്യമായ രീതിയിൽ തന്നെ ഈ യോഗം നല്ല പ്രാഗൽഭ്യത്തോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടറേറ്റിന് അർഹതയായ പ്രിയപ്പെട്ട ഡോക്ടർ ഷെൻസി മാത്യുവിനെ ഈ തരുണത്തിൽ എല്ലാവിധ നന്ദി ആദരവുകളോടെ സ്മരിക്കുന്നു. ഫണ്ട് റേസിങ്ങിന് വേണ്ടി DBFൻ്റെ ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് അതിന് ആവശ്യമായിട്ടുള്ളൊരു പ്രവർത്തന ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി ഒരുപാട് വലഞ്ഞപ്പോൾ ഞങ്ങളെ സ്വന്തമെന്ന് കണക്കാക്കി, ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളെ മാനിച്ച്, ഞങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ച് ഞങ്ങളെ സഹായിച്ച വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട് ഇവിടെ. പ്രിയപ്പെട്ട ജോയ്സ് പുന്തല അവർ ഒരു നിമിഷം ഒന്ന് എണീറ്റ് നിൽക്കാമെങ്കിൽ സന്തോഷമായിരുന്നു.
UAE യിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ട ജോയ്സ് പുന്തല, UK യിലായിരിക്കുന്ന സിസ്റ്റർ ഹെപ്സിബ TM, UK യിലായിരിക്കുന്ന ബ്രദർ ജിജോ ജോർജ്, UK യിലായിരിക്കുന്ന ബ്രദർ റോബിൻ കുരുക്കാല, UAE യിലായിരിക്കുന്ന ബ്രദർ ലിജോ എറയിൽ, ഇപ്പോൾ UAE യിലായിരിക്കുന്ന ബ്രദർ തോമസ് T. ജോൺ, DBFൻ്റെ മുൻ ട്രഷററായിരുന്നു. ഈ സഹോദരങ്ങളാണ് വിദേശത്തിരുന്നുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങളിൽ നമ്മളെ സഹായിക്കാനുള്ള ആഹ്വാനം നൽകുകയും അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അവരോടുള്ള നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയാൽ ഞങ്ങളെ സഹായിച്ച DBFൻ്റെ ഈ സമ്മേളനം നടക്കുന്നു എന്നറിഞ്ഞ കാലം മുതൽ തന്നെ എല്ലാ ബുധനാഴ്ചകളിലും ഇടവിടാതെ തന്നെ ഒരു പ്രാർത്ഥനാ യോഗം നമ്മൾ സൂം എന്ന പ്ലാറ്റ്ഫോമിൽ നടത്തുകയുണ്ടായി. ആ സൂം പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി നമ്മളെ സഹായിച്ച അനേകം ദേവദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ആ ദേവദാസന്മാരെയെല്ലാം ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ആൻഡ് വർഷിപ്പിന് നേതൃത്വം കൊടുത്ത ടീമിനെ പ്രത്യേകാൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അവരുടെ മഹനീയമായ സേവനത്തിനായിട്ടുള്ള എല്ലാ നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഡിജിറ്റൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളെ സഹായിച്ച ചാരുത ഡിസൈൻസിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന മിസ്റ്റർ ബിനു ചാരുത, അതുപോലെ തന്നെ ഈ വേദിയുടെ ഒരു മൂലയ്ക്കിരിക്കേണ്ടവരല്ല, ഒരു വളരെയധികം കഴിവുള്ള ചെറുപ്പക്കാരാണ് മിസ്റ്റർ ബെഞ്ചമിൻ ആൻഡ് സ്റ്റീഫൻ. ഈ സംവിധാനങ്ങളുടെ എല്ലാം പിന്നിലെ ബ്രെയിൻ മൈൻഡ് അവരാണ്. ആ ഡിജിറ്റൽ മീഡിയ സപ്പോർട്ട് നൽകുന്നതിലുള്ള എല്ലാ നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. ലൈവ് ടെലികാസ്റ്റിങ്ങിലൂടെ ഞങ്ങളെ സഹായിക്കുന്ന ബ്രദർ ഫിജോ, ട്രൂ മീഡിയ, പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിനുള്ള സാങ്ഷൻ നൽകുകയും എല്ലാവിധ സംരക്ഷണയും എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുള്ള കൊച്ചി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു വേദി, മനോഹരമായൊരു വേദി നമുക്കായി ഒരുക്കി തന്ന IMA ഹൗസിൻ്റെ മാനേജ്മെൻറ്റിനുള്ള എല്ലാ നന്ദി അറിയിക്കുന്നു. വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാര ക്രമീകരണം നമുക്കായി നൽകിയ നില കാറ്റേഴ്സിനെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ യോഗത്തിൻ്റെ പത്രക്കുറിപ്പുകളും വാർത്തകളും നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൊടുത്ത് യോഗത്തിന് വേണ്ട വാർത്താ പ്രാധാന്യം നൽകിയ എല്ലാ സെക്യുലർ മാധ്യമങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോട് സ്മരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, എത്ര കണ്ട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ എളിയ വാക്കുകളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നന്ദി നന്ദി നന്ദി. വീണ്ടും സൗണ്ട് സിസ്റ്റം നമുക്കായി ക്രമീകരിച്ച പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ടവർ. അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. 2024 എന്നൊരു വലിയ കടമ്പ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം 2026 എന്നുള്ളൊരു വലിയ കടമ്പയും നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ മുന്നേറും, നമ്മൾ ഒരുമിച്ച് നിൽക്കും. നമുക്ക് DBFുമായിട്ട് ചേർന്ന് നിന്ന് പുതുചരിത്രം രചിക്കാം. അതായത് ഇനിയും നമുക്ക് കണ്ടുമുട്ടുമ്പോൾ നമ്മളിൽ നിന്നും 1000 JSമാരും 1000 VSമാരും 1000 മറ്റ് പൊതു സാംസ്കാരിക മേഖലകൾ ശോഭിക്കുന്ന വ്യക്തിത്വങ്ങളും ഉണ്ടായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. DBF അതിനെല്ലാം ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.